കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ഹൈക്കോടതിയോട് മാപ്പിരന്ന് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് അനീഷ് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന ഉത്തരവ് പാലിക്കാത്തതിലാണ് മാപ്പ് പറഞ്ഞത്. 500 കോടിയുടെ കശുവണ്ടി അഴിമതി കേസിലാണ് സർക്കാരിനും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് UDFന് വേണ്ടപ്പെട്ട, കോൺഗ്രസിന് വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ മുഹമ്മദ് അനീഷിന്റെ ഈ നിരുപാധിക മാപ്പ് രക്കൽ ഇത് എത്രത്തോളം നിർണായകമാണ് ഈ ഒരു സാഹചര്യത്തിൽ? ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ അവരെ സംരക്ഷിക്കാനുള്ള INTC നേതാവിനെ അടക്കം സംരക്ഷിക്കാനുള്ള നീക്കമായി തന്നെ ഇതിനെ വീക്ഷിക്കാൻ കഴിയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശങ്ങളൊന്നും തന്നെ മുഹമ്മദ് അനീഷ് ഒരു ഘട്ടത്തിലും ഇത് പാലിക്കാൻ തയ്യാറായിരുന്നില്ല. INTC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ 3 തവണയും അനുമതി നിഷേധിച്ചതോടുകൂടിയാണ് മുഹമ്മദ് അനീഷിനെതിരെ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട് കർശനമായി തന്നെ നടപടിയെടുക്കണമെന്ന് മുഹമ്മദ് അനീഷിനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ കോടതി ഉത്തരവുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാൻ മുഹമ്മദ് അനീഷ് തയ്യാറാവാത്ത ഘട്ടത്തിലാണ് കോടതി കടുത്ത നടപടിയിലേക്കും കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങിയത്. നേരിട്ട് ഹാജരാകാത്തതിൻ്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം രൂക്ഷമായി തന്നെ വിമർശിച്ചത്. ഇന്നും നേരിട്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്കും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന നടപടിയിലേക്കും എല്ലാം തന്നെ കടക്കണമെന്നൊരു നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തു. തന്ത്രം ഹൈക്കോടതിയോട് വേണ്ട, അതായത് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതെ മാറി നീങ്ങുന്ന ഒരു തന്ത്രം അത് ഹൈക്കോടതിയോട് വേണ്ട എന്നത് തന്നെയായിരുന്നു കോടതി പറഞ്ഞത്. ഒപ്പം തന്നെയാണ് ഇന്ന് ഹാജരാകണമെന്ന കർശന നിർദ്ദേശം നൽകിയതും അല്ലെങ്കിൽ തുടർ നടപടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എന്നാൽ മറ്റു മാർഗങ്ങളില്ലാതെ ഇന്ന് നേരിട്ട് ഹാജരായി എന്ന് മാത്രമല്ല കോടതിക്ക് മുന്നിൽ നിരുപാധികം മാപ്പ് അപേക്ഷ നൽകിയിരിക്കുകയാണ് മുഹമ്മദ് അനീഷ് ചെയ്തിരിക്കുന്നത്. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന ഉത്തരവ് പാലിക്കാത്തതിലാണ് മുഹമ്മദ് അനീഷ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. രേഖാമൂലം ഇത് കോടതി സമർപ്പിച്ചു. ഒപ്പം തന്നെ കോടതി ഉത്തരവ് വായിച്ചാൽ മനസ്സിലാകില്ലേ എന്ന് കോടതി ഇന്ന് പരിഹസിക്കുകയും ചെയ്തു. ഇത്തരം ഉത്തരവുകൾ വായിച്ചാൽ മനസ്സിലാകാത്തത് കൊണ്ടാണോ അത് പാലിക്കാത്തത്, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് അനുസരിക്കരുത് എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നത് തന്നെയാണ് കോടതി ചോദിച്ചത്. നിരന്തരം കോടതി ഉത്തരവുകൾ മുഹമ്മദ് അനീഷ് അവഗണിച്ചു എന്ന കാര്യവും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ താൻ വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു എന്നൊരു മറുപടി കൂടി മുഹമ്മദ് അനീഷ് ഈ മാപ്പപേക്ഷയോടൊപ്പം കോടതിയോട് നിരുപാധിക മാപ്പപേക്ഷയോടൊപ്പം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ശക്തമാക്കുമെന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയും കോടതിയുടെ ശക്തമായ ഇടപെടൽ നടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ. ജിജീഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ INTUസിന്റെ നേതാവ് ഭയങ്കര ശക്തനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിണറായി വിജയൻ ഭരിച്ച സമയത്ത് പോലും ഈ നേതാവിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഇയാളുടെ സ്വന്തം സർക്കാരാണ് അധികാരത്തിലുള്ളത്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്.